ഹായ്, കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അടിപൊളി നാടൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. എൻ്റെ മുത്തശ്ശിയൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കറിയാണിത്. നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു 4 മാങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങയാണ്, വലിയ മാങ്ങയൊന്നുമല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങ. ഞാനിത് പച്ചമാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ നമുക്ക് പഴുത്ത മാങ്ങ കൊണ്ടും ഇതേപോലെ ഉണ്ടാക്കാം. ഇത് മാങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടില്ല, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി. അതിലൊരു മാങ്ങ കുറച്ച് പഴുത്ത മാങ്ങയാണ്, കുറച്ച് പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും മിക്സ് ചെയ്തിട്ടും പുളിങ്കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പുളിങ്കറി എന്നാണ് കാസർഗോഡ് ഭാഗത്തൊക്കെ പറയുന്നത്. പുളിശ്ശേരി അല്ലെങ്കിൽ പുളിങ്കറി. നമ്മളിതിന് തോല് കളയണ്ട കേട്ടോ, തോല് കളയണ്ട നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് നമുക്കൊരു മൺചട്ടിയിലോട്ടിടാം. മൺചട്ടിയിലാക്കിയാൽ നമുക്കൊരു കറിയൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. നമുക്കിതിലൊക്കെ മൺചട്ടിയിലോട്ടിടാം. മാങ്ങയൊക്കെ മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ മാങ്ങ. ഇത് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യാം. ആദ്യം 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 2 സ്പൂൺ ഇട്ടത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ മതിയാവും കേട്ടോ. എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ 2 പച്ചമുളക് നടുകെ കട്ട് ചെയ്തത് വിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്തു. കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മാങ്ങ വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർക്കണം. ഇനി നമുക്കിത് സ്റ്റൗ കത്തിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഉപ്പ് എരിവൊക്കെ പറ്റിയില്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ മാങ്ങ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് മാങ്ങ ഏകദേശം ഒരു പകുതി വന്നിട്ടുണ്ട് കേട്ടോ. അതാ കാണുമ്പോൾ ഇതാ കുറച്ച് നല്ല ഒരു അതിൻ്റെ തൊലിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളകുന്ന പോലെയില്ലേ കാണുമ്പോൾ. അതൊക്കെ ഒന്നും മിക്സ് ചെയ്ത ശേഷം കുറച്ചും കൂടെ നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിക്കാം കേട്ടോ. ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 3 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. തൈര് തന്നെ ചേർക്കണേ, പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കണം. നമ്മൾ മോര് ചേർക്കാൻ പാടില്ല കേട്ടോ. മാങ്ങയുടെ പുളി തന്നെ നമുക്കൊരു ആവശ്യത്തിനുണ്ടാവും, പക്ഷേ ഇതൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് ഒരു 1/4 സ്പൂൺ ജീരകം ചേർക്കാം. സാദാ ജീരകമാണ് ചേർക്കുന്നത്. എന്നിട്ട് ജാറൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മുതിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മുതിയണം കേട്ടോ. തരി ഉണ്ടാവരുതേ, നന്നായിട്ട് മുതിയണം. ഇനി നമുക്ക് മാങ്ങ വെന്തുവോ നോക്കാം. മാങ്ങ വെന്തില്ലെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കൂടെ വേവിക്കാം. അല്ലെങ്കിൽ മാങ്ങ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഏകദേശം മാങ്ങ വെന്തിട്ടുണ്ടല്ലോ, നന്നായി വന്നിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു തിക്കായി നിൽക്കുന്നില്ലേ ഇപ്പോൾ. ഇത് അതിൻ്റെ മാങ്ങയുടെ എസൻസൊക്കെ അതിങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. ഇത് മാങ്ങ വെന്ത ഒരു സ്മെല്ല് തന്നെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലോട്ട് ചേർത്താലോ. ഇത് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതും കൂടെ അതിലോട്ട് ഒഴിക്കണേ. ഇത് ഏകദേശം 1 ഗ്ലാസ് വെള്ളം തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കറിക്ക് ഇതിൽ കുറച്ച് വെള്ളം കുറവല്ലേ, നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാനൊക്കെ കുറച്ച് വെള്ളം ആവശ്യമല്ലേ കറിക്ക്. പിന്നെ വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മാങ്ങയും ആ തേങ്ങ അരപ്പും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരണം. കുറച്ചധികം സമയം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ എരിവും പുളിയും ആ തേങ്ങ അരപ്പും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം അതിലോട്ടൊന്ന് പിടിക്കണം അതിന് മാങ്ങയ്ക്ക്. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ മാങ്ങക്കാലമായതുകൊണ്ട് എല്ലാവർക്കും മാങ്ങ കിട്ടുമായിരിക്കുമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കുറച്ച് അടച്ച് വേവിക്കാം കേട്ടോ. കുറച്ചൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം. ഇത് ഏകദേശം 5 മിനിറ്റായി. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇത് അരപ്പൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. ഇനി നമുക്ക് കടുവും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ച് അതിലോട്ട് ചേർക്കാം. പിന്നെ ചെറിയൊരു പാൻ ചൂടായ ശേഷം അതിലോട്ട് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് 1 സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. പിന്നെ കടുകെല്ലാം പൊട്ടി വരണേ. കടുകെല്ലാം പൊട്ടി വന്ന ശേഷം നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർക്കാം, കാരണം നല്ലൊരു ടേസ്റ്റാണ് കറിവേപ്പിലക്കൊക്കെ. ഇത് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. പിന്നെ നമുക്കതിലോട്ട് മുളക് കട്ട് ചെയ്ത് വെച്ചത് ചേർക്കാം.
ഞാൻ 2 മുളക് കട്ട് ചെയ്ത് വെച്ചിന്. ആ മുളകും കൂടെ നമുക്കത് ചേർത്തിട്ട് ആ മുളകും കൂടെ നല്ല ഒന്ന് ഫ്രൈ ആയി വരും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കടുക് താളിച്ചത് നമുക്ക് മാങ്ങക്കറിയിലോട്ട് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ താളിച്ചതും കൂടെ ചേർക്കുമ്പോഴാണ് മാങ്ങക്കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. അത് താളിച്ചത് ചേർത്ത ശേഷം ആ കറിക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി കൂടുതലില്ലേ. കഴിക്കുമ്പോഴും ഇതേ ടേസ്റ്റ് തന്നെയായിരിക്കും. നല്ല ടേസ്റ്റാണ് ഈ കറി. നമുക്കിത് അടച്ചു വെക്കാം. നമുക്കിതിനി ഒരു സെർവിങ് ബോളിലേക്ക് നമുക്ക് മാറ്റാം. ഇതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതൊരു മൺപാത്രം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യൂലേ? തീർച്ചയായും ട്രൈ ചെയ്യണം. അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ കൂടുതൽ വീഡിയോ ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷനാണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്